ദൃഢനിശ്ചയങ്ങൾക്ക് മുൻപിൽ ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു നേതാവ്, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അതായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. 1923 ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര വീട്ടിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കാമ്മയുടെയും മകനായി ജനനം. 1938 നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് എസ് സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കേരളം കണ്ട പുരോഗമന പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയനുകളിലും സജീവമായ എസ് 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായത്. എസ് എന്ന നല്ലൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയതും തുടർന്ന് കുട്ടനാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തുന്നതിനായി അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഇടയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനായി തിരഞ്ഞെടുത്തത് പി കൃഷ്ണപിള്ളയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് എസ് അറസ്റ്റ് വാറന്റിനെ തുടർന്ന് ഒളിവിൽ പോയെങ്കിലും ഇതേ തുടർന്ന് 4 വർഷം ജയിൽവാസം അനുഭവിച്ചു. 1952 ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിവിഷൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 സംസ്ഥാന പാർട്ടി കമ്മിറ്റിയിൽ അംഗമായി. 1956 ആലപ്പുഴ ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും അതേ വർഷം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പിന്നീട് CPM രൂപീകരിച്ചതിൽ ഒരു പ്രധാന വ്യക്തി ശ്രീ അച്യുതാനന്ദനായിരുന്നു. 1980 മുതൽ 1991 വരെ 3 തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായും 1986-2009 കാലഘട്ടത്തിൽ 23 വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1965 മുതൽ 2016 വരെ 10 തവണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 7 തവണ വിജയിച്ചു. 1992, 1996, 2001-2006, 2011-2016 കാലഘട്ടത്തിൽ നിയമസഭകളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 1996 മുതൽ 2005 വരെ ദേശാഭിമാനി ചീഫ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് സംസ്ഥാന മന്ത്രിപദത്തിൽ എത്താത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു എസ് അച്യുതാനന്ദൻ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. വനം കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായി നിലകൊണ്ട കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എസ് അച്യുതാനന്ദൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയായിരുന്നു എസ്. കേരളത്തിൻ്റെ 11ാമത് മുഖ്യമന്ത്രിയായി 2006 മെയ് 18 സ്ഥാനമേൽക്കുമ്പോൾ എസിന് 83 വയസ്സായിരുന്നു പ്രായം. ഓപ്പറേഷൻ മൂന്നാർ പദ്ധതി, സ്മാർട്ട് സിറ്റി കരാർ എസിൻ്റെ ഭരണനേട്ടത്തിലെ പ്രധാന ഏടാണ്. എസിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ചുവന്ന അടയാളങ്ങൾ എന്ന ലേഖനം എസിനെ കുറിച്ച് എഴുതിയത് KM ഷാജഹാനാണ്. എസിനെ കുറിച്ച് ആത്മരേഖ എന്ന ലേഖനം എഴുതിയത് പി ജയനാഥാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് എസ് അച്യുതാനന്ദനാണ്. 5150 ദിവസം, അതായത് 14 വർഷം 1 മാസം 5 ദിവസമാണ് എസ് പ്രതിപക്ഷ നേതാവായി തുടർന്നത്. 2021 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗമായിരുന്ന എസിന് അന്ന് വയസ്സ് 97 ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന 100 വയസ്സ് പൂർത്തിയാക്കിയ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളിൽ 3ാം സ്ഥാനത്ത് എസ് ആണ്. 1ാം സ്ഥാനം MC ചാക്കോ 103 വയസ്സായിരുന്നു. KR ഗൗരിയമ്മ 102 വയസ്സ്. എസ് അച്യുതാനന്ദൻ 101 വയസ്സ്. എസ് വഹിച്ച പ്രധാനപ്പെട്ട പദവികൾ: 2016 മുതൽ 2020 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, 2011 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതാവ്, 13ാം കേരള നിയമസഭയിൽ. എസ് ഏറ്റവും കൂടുതൽ തവണ നിയമസഭയിലേക്ക് മത്സരിച്ചത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നാണ്. എസ് കേരളത്തിൻ്റെ 20ാമത് മുഖ്യമന്ത്രിയായിരുന്നു. കാലഘട്ടം 2006 മുതൽ 2011 വരെ. എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.